ഹിജ്റ പോകുമ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഓർസൗറിൽ പോയി അഭയം പ്രാപിച്ചത് നിങ്ങൾക്കറിയാം. റസൂലുള്ളാഹി പിന്നെ മദീനത്തേക്ക് സഞ്ചരിച്ചത് കസ്വായിൻ്റെ പുറത്താണ്. അള്ളാഹുവിൻ്റെ ഹബീബിന് കസ്വയെ വാങ്ങിച്ചു കൊടുത്തതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ അതിന്മേലാണ് ഹിജ്റക്കുള്ള യാത്ര. ഹിജ്റക്ക് പോകുമ്പോൾ ഇടറാത്ത കാലുമായി കൂടെ നടന്നില്ലേ, കസ്വ മലകൾ കടന്നില്ലേ, ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ, മുത്തിൻ്റെ ഒട്ടകമല്ലോ. എന്താ കസ്വൻ്റെ മഹബത്ത് എന്നറിയോ? മുത്തുനബി പട്ടിണിയാണോ? അന്ന് കസ്വയും പട്ടിണിയാണ്. തങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? അന്ന് ആ മിണ്ടാപ്രാണി ഭക്ഷണം കഴിക്കില്ല. പല നാളിൽ മുത്തോളി പട്ടിണിയാകുമ്പോ പതറാതെ നിന്നില്ലേ, കസ്വ കൽബ് കവർന്നില്ലേ. 10 കൊല്ലം മുത്തുനബിയെ സേവിച്ച് നടന്നു ഈ കസ്വ എന്ന് പറയുന്ന ഒട്ടകം. എങ്ങനെയാ ഈ കസ്വാവിൻ്റെ മരണം എന്നറിയോ? മുത്തുനബി വഫാത്താകുന്ന സമയം കട്ടിലിൻ്റെ ചോട്ടിലിങ്ങനെ കിടക്കുകയാണ് കസ്വാഹ്. തങ്ങളെ വഫാത്തിൻ്റെ ടെൻഷൻ താങ്ങാൻ കഴിഞ്ഞില്ല. മുത്തുനബിയുടെ വേർപാട് സഹിച്ചില്ല. കസ്വ വല്ലാതങ്ങ് ആർപ്പിട്ട് കരഞ്ഞുപോയി. കരഞ്ഞ് കരഞ്ഞ് കസ്വ അങ്ങനെ നടന്നുപോയി. ജന്നത്തുൽ ബഖീൻ്റെ അവിടെ ചെന്നൊരു ചുമരുമ്മൽ കസ്വ തലട്ടടിച്ചു. മുത്തിൻ വഫാത്തിൻ്റെ നേരത്തും കട്ടിലിൽ ചോട്ടിലിരുന്നില്ലേ, കസ്വ പൊട്ടിക്കരഞ്ഞില്ലേ. മുത്തി നടന്നും ഇഴഞ്ഞും ബഖീറിൻ്റെ മണ്ണിലമർന്നില്ലേ, കസ്വ മുത്തി നടന്നും ഇഴഞ്ഞും ബഖീറിൻ്റെ മണ്ണിൽ തല അടിച്ചില്ലേ, ത്വാഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസ്വ, മുത്തിൻ്റെ ഒട്ടകമല്ലോ. നമ്മളൊക്കെ 1000 കൊല്ലം മുത്തുനബിയെ സ്നേഹിച്ചാലും ആ കസ്വയുടെ ഓരത്തെത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. മുത്തുനബിയുടെ മദ്ഹ് ഏറ്റവും കൂടുതൽ പറഞ്ഞതാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണോ? അല്ല. ഉവൈസുൽ ഖർനി തങ്ങളാണോ? അല്ല. തൻ്റെ ഹബീബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മദ്ഹ് പറഞ്ഞത് അത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏത് ചർച്ചയുടെയും പര്യാവസാനം ഹബീബായ മുത്തു റസൂലുള്ളാഹി. ഖുർആനിലെ 114 സൂക്തങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മക്കിയുണ്ട്, മദനിയുണ്ട്. എന്താ മക്കി എന്ന് പറഞ്ഞാൽ? എൻ്റെ ഹബീബ് ഹിജ്റക്ക് മുമ്പാണ് ആ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സൂറത്ത് മദനിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഹബീബ് മദീനത്തേക്ക് ഹിജ്റ പോയതിന് ശേഷമാണ് ആ സൂക്തം ഇറങ്ങിയത് എന്നാണ് അർത്ഥം. ഒരായത്ത് ലൈലിയാണോ നഹാരിയാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ ലൈലിയാണെങ്കിൽ എൻ്റെ ഹബീബ് പാതിരാത്രിയിൽ എൻ്റെ ഹബീബിൻ്റെ രാത്രി സമയത്താണ് ആയത്തിറങ്ങിയത്. നഹാരിയാണെന്ന് വെച്ചാൽ എൻ്റെ ഹബീബിൻ്റെ പ്രഭാത സമയത്തിലാണ്, പകലിലാണ് ആയത്തിറങ്ങിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരായത്ത് ഹലരിയാണോ സഫരിയാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടാൽ എൻ്റെ ഹബീബ് കസ്വായിൻ്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ആയത്തിറങ്ങിയതെങ്കിൽ ആയത്തിനെ കുറിച്ച് സഫരി എന്ന് പറയും. അള്ളാഹുവിൻ്റെ ഹബീബ് യാത്രയിലല്ലാത്ത സമയമാണോ ആയത്തിറങ്ങിയത്? എന്നാൽ ആയത്തിനെ കുറിച്ച് ഹലരി എന്ന് പറയും.
ഇങ്ങനെ ഖുർആനിൻ്റെ ഏത് ചർച്ചകളിലേക്ക് കടന്നാലും ആ ചർച്ചകളുടെ പര്യാവസാനം ഹബീബായ മുത്തു റസൂലുള്ളാഹ് മുത്തുനബിയിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നൂറെ മദീന നടത്തുന്നത്, റബീഉൽ അവ്വലായപ്പോൾ ഖസീദത്തുൽ ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്, ഈ എളിയ ഒരു മുത്തുനബിയുടെ മദ്ഹ് സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. ആ രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണ് നമ്മുടെ ഖബറാകുന്ന വീട്. ആ ഖബറിൽ മൻ നബിയുക എന്ന് മലക്ക് നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ അതാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയണം. ആ മലക്ക് നം കനൗമത്തിൽ അറൂസ്, ഇനിയൊരു പുതിയാപ്പള കിടക്കുന്നത് പോലെ ഈ ഖബറിൽ നിനക്കന്തിയുറങ്ങാം എന്ന മലക്ക് പറയുന്ന വിധത്തിൽ അള്ളാഹു നമുക്കെല്ലാം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. മഹാനായ സാദിഖ് ഫാദിലി ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അവിടുത്തെ നല്ല നശീദകളും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും ഖസീദകളൊക്കെ ഇവിടെ നടക്കാനിരിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയപ്പോൾ അന്ന് സ്വഹാബത്ത് മുത്തുനബിയെ സ്വീകരിച്ചത് എങ്ങനെയാ? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഹബീബായ തങ്ങളെ മദ്ഹ് പാടിയതിൻ്റെ പേരിൽ സ്റ്റേജ് കെട്ടിക്കൊടുത്ത സ്വഹാബത്തിൻ്റെ ചരിത്രം കാണാം. മുത്തുനബിയുടെ മദ്ഹ് പാടിയതിൻ്റെ പേരിൽ ഷാളിട്ടണിയിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം കാണാം. ഇൻഷാ അല്ലാഹ് മഹാനായ ഫാദിലി ഉസ്താദ് അവറുകൾ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ വിദേശ രാഷ്ട്രങ്ങളിൽ അടക്കം ഒരുപാട് രാജ്യത്ത് പോയി മഹാനായ ഫാദിലി ഉസ്താദിൻ്റെ മദ്ഹിൻ്റെ മജ്ലിസ് നടക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മളെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ മിനിയാന്ന് ഞാൻ ബന്ധപ്പെടുമ്പോൾ ഉസ്താദ് ഒമാനിൽ എന്നോട് പറഞ്ഞു, ഒമാന് കഴിഞ്ഞ് UAE പോയി അവിടെ നിന്ന് ഞാൻ കൊല്ലം ജില്ലയിൽ വരും, അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂട്ടായിലേക്ക് വരും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് നാളത്തെ പരിപാടി. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി മഹാനായ ഫാദിലി ഉസ്താദിൻ്റെ മദ്ഹിൻ്റെ മജ്ലിസ് നടക്കുമ്പോൾ ഇന്ന് അൽഹംദുലില്ലാ ധാരാളം ഔലിയാക്കന്മാരും സാലിഹീങ്ങളൊക്കെ സിയാറത്തിന് വന്ന ഒരു സ്ഥലം കൂട്ടായി നെച്ചിക്കാട്ട് മഹാൻ്റെ ചാരത്ത് നമ്മൾ അവിടുത്തെ മദ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ഹബീബ് സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കി തരുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു കടമ്പയാണ് നമ്മുടെ ഖബർ. അള്ളാഹു മുത്തുനബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഖബറിലും നരകത്തുനിന്നും ഇത്കാക്കിയവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തുനിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ബദറിൻ്റെ രണാങ്കണത്തിൽ ഒരു ഇഷ്കിൻ്റെ ചരിത്രമുണ്ട്. ഞാൻ ആ ചരിത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുകയാണ്. ബദറിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വഫായി സ്വഹാബാക്കളെ നിരത്തി. എത്ര സ്വഹാബത്താ ബദറിൽ പങ്കെടുത്തത്? 305 ആളുകളാ ബദറിൽ പങ്കെടുത്തത്. പിന്നെ 313 എന്ന് പറയുന്നതോ അത് തെറ്റല്ല. വൽ ബാഖൂന മഹ്ജൂറൂന മിസ്ലഹും, ബാക്കിയുള്ള 8 ആള് പങ്കെടുത്തിട്ടില്ലെങ്കിലും
അവർക്ക് പങ്കെടുത്ത കൂലിയുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനാരാ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തിൻ്റെ പേരിൽ? ബീരീദർ തോഹ മകള് റുഖിയത്ത് ബീവിക്കന്നാള് ദിനം ആകെ മികൈത്ത് ഫാരിത്തം മൂലം ദിന്നൂറൈനി യോരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് വരാൻ മുത്തുനബിന്റെ സന്നിധിയിലേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉസ്മാൻ ഞങ്ങളെ കൂടെ വരണ്ട, യുദ്ധത്തിൽ പങ്കെടുക്കണ്ട. എന്താ കാരണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമകൾ ബീവി റുഖിയ ബീവി റളിയല്ലാഹു അൻഹ അന്ന് രോഗശയ്യയിൽ കിടപ്പിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമകൾ അവരുടെ ഭാര്യ രോഗശയ്യയിൽ കിടന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയെ പരിചരിക്കലാണ് ഖൈറ്, അല്ലാതെ ഞങ്ങളുടെ കൂടെ രണാങ്കണത്തിലേക്ക് വരലല്ല. ആ 305 സ്വഹാബാക്കളെ സഫായി ഇങ്ങനെ നിരത്തുകയാ അള്ളാഹുവിന്റെ റസൂല് ബദറിൽ. എങ്ങനെയാ? നിസ്കരിക്കുമ്പോൾ സഫ് കെട്ടുമ്പോൾ നമ്മളെ മടമ്പ സമപ്പെടുത്തുക, യുദ്ധത്തിൽ സഫ് കെട്ടുമ്പോൾ തള്ളവിരൽ സമപ്പെടുത്തും. അത് സമപ്പെടുത്തി സ്വഹാബാക്കളെ ഒരു ലൈനായി അങ്ങ് നിർത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വടിയും പിടിച്ചിട്ട് ഈത്തപ്പഴത്തിന്റെ മട്ടിലെടുത്ത് ആ സൊഫ് ഇങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും സൊഫിൽ നിന്ന് തെന്നി നിൽക്കുന്നുണ്ടോ നോക്കുമ്പോഴാണ് ഒരു സ്വഹാബി തെന്നി നിൽക്കുകയാ. ആരാണ്? സയ്യിദുന സവാദ് റളിയല്ലാഹു അൻഹു. സൊഫിന്ന് ലേശൊന്ന് തെറ്റി നിന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിന്റെ മട്ടിലുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന് ഒരടിയങ്ങ് കൊടുത്തു. സവാദേ, നിന്റെ സൊഫ് ശരിയാക്കുക. ഉരത്ത് യാ മൗലൽ ഉറൂബ ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും തോബ തോബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. ഫെരിയോനുമൈറക്കൈ ഫേശും ജിന്നിൻ സിടക്കൈ ഫിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് യാ സഫിയല്ലാഹ്. ബരിശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയുള്ളതല്ല, ബരുത്തപ്പെടുത്താനല്ല. യാ നജിയല്ലാഹ് യാ നജിയല്ലാഹ്. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്? എനിക്കാടി വേദനായിട്ടുണ്ട്, തിരിച്ചടിക്കണം, കിസാസ് എടുക്കണം യാ റസൂലല്ലാഹ്. തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മട്ടിൽ കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മട്ടിൽ കൊടുത്തു. അടിക്കാൻ വേണ്ടി മുത്തുനബി മുമ്പിൽ നിൽക്കുകയാ. അപ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയേ, ഖിസാസ് എടുക്കുമ്പോൾ ഒരു നിയമമുണ്ട്, അൽ ഖത്ലു ബിൽ ഖത്ൽ എന്നാണ്. തങ്ങൾ എന്നെ അടിക്കുമ്പോ ഈ സവാദിന്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ. ഞാൻ ഈ ബദറിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോ എൻ്റെ ദേഹത്ത് ഷർട്ടില്ലല്ലോ നബിയേ. തങ്ങളാടി കൊണ്ടത് എൻ്റെ നഗ്നമായ മേനിയിലോ. അതുകൊണ്ട് എന്നെ അടിച്ച പോലെ എനിക്ക് തിരിച്ചടിക്കണമെന്ന് പറയുമ്പോ നെയ്നാർ നബി തോഹ കമീസൈ കേറ്റി നവിണ്ട് സവാദോടിങ്
കടുത്തോ തീറ്റി അയിനാൽ തിരുബാത്താൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞ മിളിയോളുക്കൈ. അള്ളാഹുവിൻ്റെ റസൂല് ആ കമീസങ്ങ് ഊരിവെച്ചപ്പോ റസൂലുള്ളാന്റെ വെളുവെളുത്ത പൂമേനി സവാദ് തങ്ങളെ മുമ്പിലങ്ങ് തുറന്നു വെച്ചപ്പോ തൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴത്തിൻ്റെ മട്ടില് സവാദ് റളിയല്ലാഹു അൻഹു മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശറഫാക്കപ്പെട്ട പൂമേനിയിൽ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിള് ഒട്ടിച്ചു വെച്ചു. ചേർത്ത് വെച്ചിട്ട് പറയാണ്, നബിയേ, എനിക്ക് തങ്ങളോട് പ്രതികാരം തീർക്കണ്ട, എനിക്ക് തങ്ങളെ കിസാസ് എടുക്കണ്ട. പിന്നെ എന്തിനാണ് ഈ രണഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സന്ദർഭം ഞാൻ നേടിയെടുത്തത്? ഇനി നടക്കാനിരിക്കുന്ന ബദറിന്റെ രണാങ്കണത്തിൽ ഒരു പക്ഷേ സവാദ് മരണപ്പെട്ടേക്കാം. മരിക്കുന്നതിൻ്റെ മുമ്പ് സവാദിൻ്റെ ജീവിതത്തിൽ 2 അന്ത്യാഭിലാഷങ്ങൾ ബാക്കിയുണ്ട്. എന്താണ് എൻ്റെ ഒന്നാമത്തെ അന്ത്യാഭിലാഷം? അള്ളാന്റെ ഹബീബിൻ്റെ ശറഫാക്കപ്പെട്ട ഭൂമേനിയും ഈ സവാദിൻ്റെ ശരീരവും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ, തങ്ങളെ ചേർത്ത് വെച്ച ശരീരം അല്ലാഹ് നരകത്തിലിടൂല. ആ ശരീരത്തെ ഖബർ ഒന്നും ചെയ്യില്ല. സവാദിൻ്റെ അന്ത്യാഭിലാഷമാണ് നബിയെ. എൻ്റെ രണ്ടാമത്തെ അന്ത്യാഭിലാഷം കസ്തൂരിയെക്കാളും സുഗന്ധമുള്ള തങ്ങളെ വിയർപ്പൊന്ന് മുത്തിമണക്കണം. എൻ്റെ അന്ത്യാഭിലാഷമാണ് നബിയെ. ആ 2 അഭിലാഷങ്ങളും സാധിപ്പിച്ച് സവാദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ ഈ നെച്ചിക്കാട്ട് മഹാന്റെ മുറ്റത്ത് ഈ മദീന മീലാദ് ഫെസ്റ്റിൽ സാദിഖ് ഫാദിലി ഉസ്താദിന്റെ ഖസീദത്തുൽ ബുർദ മജ്ലിസ് ആസ്വദിക്കാൻ വന്നവരെ, നമ്മൾ അല്ലാഹുവിൻ്റെ ഹബീബിനെ കണ്ടിട്ടില്ല, അവരെ കണ്ടവരെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്. മുത്ത് നബിയുടെ മദ്ഹിന്റെ മജ്ലിസ് ആവേശത്തോടുകൂടെ പങ്കെടുത്തിട്ടുണ്ട്. ആ മജ്ലിസിനോടൊപ്പം ഞാൻ ചേർന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ദിവസങ്ങളോളമായി നമ്മളെ ദർസിലെ മുതഅല്ലിമീങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇവിടുത്തെ കമ്മിറ്റിക്കാര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഈ മഹല്ലത്തുകാര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പരിസര മഹല്ലത്തുകാര് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെ ദർസിലെ മക്കൾ കടന്നു ചെന്നപ്പോ അതാത് വീടുകളിൽ നിന്ന് അവരെ കൊണ്ട് കഴിയുന്ന വിധം സ്വതക്കകൾ സംഭാവനകൾ കൊടുത്തയച്ചവരുണ്ട്. ഒരാളെയും നീ വെറുതെ ആക്കല്ലേ അല്ലാ. നാളെ മുത്തുനബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഖബറാകുന്ന ഇരുട്ടറയിലേക്ക് എത്തുമ്പോ മുത്തുനബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ.